അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾ 20% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ്. മെക്സിക്കോയും കാനഡയ്ക്കും പുറമെ നിരവധി രാജ്യങ്ങൾ അമേരിക്കയിലേക്ക് സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മൊത്തമായി ചുമത്തിയ 25% താരിഫ് നടപ്പാക്കുന്നത് ഒരു മാസത്തേക്ക് ട്രംപ് നിർത്തിവച്ചിരുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? 25% താരിഫ് ഏർപ്പെടുത്തുന്ന ഒരു വിഷയം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ താരിഫ് ഏർപ്പെടുത്തുന്ന ഒരു വിഷയം ഏറെ ചർച്ചയായിരുന്നു. ചർച്ചയായതിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തുടർ ചർച്ചകൾ അമേരിക്കയുമായി നടത്തുകയും 25% അധിക താരിഫ് ഏർപ്പെടുത്തുന്ന ആ നീക്കം ഒരു മാസത്തേക്ക് നീട്ടിവെക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ യാത്രാവേളയിൽ എയർഫോഴ്സ് വണ്ണിലെ യാത്രാവേളയിൽ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം വളരെ കൃത്യമായി അറിയിച്ചത് ഈ സ്റ്റീലിനും നികുതി ചുമത്തുന്ന കാര്യം ആലോചിക്കുന്നു എന്ന നിലപാടാണ് അറിയിച്ചത്. അവർ നമ്മളോട് കൂടുതൽ വില വാങ്ങുകയാണെങ്കിൽ തിരിച്ചും അമേരിക്ക അവരെ ചാർജ് ചെയ്യുമെന്ന നിലപാടാണ് ട്രംപ് പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ്, ട്രംപ് വളരെ കൃത്യമായ നിലപാടുകൾ പറയുന്ന ഒരു നേതാവ് കൂടിയാണ്. ഇതിനെ കുറിച്ച് അതിൽ ശക്തമായ ഒരു മറുപടിയായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. അതായത് മെക്സിക്കോയ്ക്കും അമേരിക്കയ്ക്കും 25%, മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും 25% നികുതി, ഈ അധിക നികുതി ഈ കാര്യത്തിൽ, ഈ സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെയും അലുമിനിയം ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ ചുമത്തുമെന്ന നിലപാടാണോ എടുത്തത്. 10% അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുക എന്നും കൃത്യമായി പറയുന്നുണ്ട്. പ്രധാനമായും ഇത് വായിച്ചെടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾ കൂടുതലായി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ കാനഡയും മെക്സിക്കോയുമാണ് അമേരിക്കയിലേക്ക്. സ്വാഭാവികമായും അമേരിക്കയിലെ ഈ കയറ്റുമതി നടത്തുന്ന രാജ്യങ്ങളെ ആയിരിക്കും ഇത് പ്രതികൂലമായി ബാധിക്കുക എന്ന് വായിച്ചെടുക്കുകയാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം തന്നെ ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായ ഒരു രാജ്യങ്ങളുടെ പേരൊന്നും തന്നെ ട്രംപ് അറിയിക്കുന്നില്ല. മാത്രമല്ല യൂറോപ്യൻ യൂണിയനും അലുമിനിയത്തിന് 10% നികുതി അധിക താരിഫ് ചുമത്തുമെന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനെ കൃത്യമായി വിദേശ ഉത്പന്നങ്ങളെ നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന ഒരു സാമ്പത്തിക തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, 2016 അദ്ദേഹം, അല്ലെങ്കിൽ ഇതിന് തൊട്ടു മുമ്പായി ഉണ്ടായിരുന്ന പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ അദ്ദേഹം വളരെ കൃത്യമായ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. അക്കൂട്ടത്തിൽ മെക്സിക്കോയ്ക്കും അതുപോലെ തന്നെ കാനഡയ്ക്കും 25% അധിക താരിഫ് ഏർപ്പെടുത്തുകയും തുടർന്ന് ചർച്ചകളിലൂടെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ കൂടി നിലവിൽ ഏത് രാജ്യങ്ങളാണ് ഇത്തരത്തിൽ അധിക താരിഫിന്റെ പരിധിയിൽ വരിക എന്ന് വ്യക്തമായിട്ടില്ല. ദൃശ്യ ഐസനാണ് വിവരങ്ങൾ നൽകിയത്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സ്റ്റീൽ അലുമിനിയം ഉൽപ്പന്നങ്ങൾക്കാണ് 25% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്.